എല്ലാവർക്കും ഹാപ്പി പ്രോസ്പറസ് ന്യൂ ഇയർ. ഈ 2026 നല്ലൊരു വലിയ ഇവിടെ പണിക്കാർ വരുന്ന കേട്ടോ, തടിമേസ്ത്രിയൊക്കെ ചായ കുടിച്ചിട്ട് വരുന്നു. 2026 നല്ലൊരു വർഷമാകട്ടെ. എല്ലാവർക്കും നല്ല നല്ല വാർത്തകൾ കേൾക്കട്ടെ. പണിക്കാർ ചായ കുടിക്കുക, ഞങ്ങൾ 2-3 പ്രാവശ്യം ചായ കുടിക്കുക. എന്നാലും തണുപ്പായിട്ട് അവർ പോയി ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും വരും കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്നു. 4-5 ദിവസമായില്ലല്ലോ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എൻ്റെ വീടൊക്കെ മൊത്തം അതിന് ശേഷം ഈ മാസമെങ്കിലും പിടിക്കുന്നു തോന്നുന്നു. അതിന് ശേഷം ഞാൻ മൊത്തം എല്ലാം കാണിച്ചു തരാം കേട്ടോ. അയ്യല്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട് നല്ല തിരക്കിലാണ് കേട്ടോ. വീട്ടിൽ നല്ല തിരക്ക്, ലൈബേഴ്സൊക്കെ ഉണ്ട്. ഷോർട്ട് വീഡിയോനെ എങ്ങനെ ഇടണമെന്ന് അറിഞ്ഞൂടാ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ രാവിലെ പോലും ഇട്ടില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇലക്ഷൻ്റെ ഹിയറിങ്. അപ്പോൾ അതിന് രാവിലെ പോയിട്ട് വൈകുന്നേരം വന്ന് മോളെ അവധിയെടുത്ത് വീട്ടിലാക്കിയിട്ടാണ് ഞാൻ ഹസ്ബൻഡും കൂടെ പോയത് ഹിയറിങ്ങിന് കേട്ടോ. അതും അങ്ങനെ. അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ ഡെയിലി 6-7 മേസ്തിരിമാരും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ തിരക്ക് എല്ലാം കൂടെ. ഇവിടെ ഭയങ്കര തണുപ്പ്. അപ്പം മോൻ ഈ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് പാവം തലകണീന് തലയും വെച്ച് കിടന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. ഒരു ചെറിയ വീഡിയോ കേട്ടോ, തിരക്കിൻ്റെ ഇടയിൽ. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. ഇനി കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മോനിങ്ങനെ ചോറൊക്കെ ഉണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഇത്രയും നേരം എൻ്റെ ആ കമ്പിളിയിൽ വന്ന് പൊതിഞ്ഞ് കിടക്കണ്ടായിരുന്നു. ഇന്നത് ഇവിടെ ഇങ്ങനെ പുതച്ചു കൊടുക്കട്ടെ. പുതച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനി കിടന്ന് ഉറങ്ങിക്കോളും കുറച്ച് നേരം. തണുപ്പ് നമുക്ക് പറ്റുന്നില്ല കേട്ടോ. സ്വെറ്ററ്, ഷാള്, സോക്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ പണികൾ കഴിയുമ്പോൾ ഞാൻ ഗ്ലൗസ് എടുത്തിടാറുണ്ട്. അത്രയൊക്കെ തണുപ്പ്. എന്നിട്ടും നമ്മൾ നല്ല വലിയ കമ്പളിൽ, മോട്ടാ കമ്പളിൽ ഇരുന്നിട്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ ആ കാലൊന്ന് ചൂടായിട്ട് വരുള്ളൂ, സോക്സൊക്കെ ഇട്ടിട്ട്. അത്ര തണുപ്പാണ് കേട്ടോ. -9 എത്രയൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നുമില്ല പറയാൻ കേട്ടോ. വീടിൻ്റെയൊക്കെ പരിസരവും എല്ലാം കാണിച്ചു തരാം. ഇപ്പം തന്നെ ഇഷ്ടംപോലെ പണിക്കാരുണ്ട്. വീട്ടിൻ്റെ അവിടെയൊക്കെ പണിക്കാരിരുന്ന് പണി ചെയ്യുന്നുണ്ടോ, കണ്ടോ. അപ്പോൾ ഇത്ര നേരം മതിലുകളൊക്കെ കഴുകി ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ടെറസിൻ്റെ മുട്ടിയും ഇതുണ്ടോ, നിറച്ച അഴുക്കൊക്കെ ആയിട്ട് കിടക്കുന്ന കേട്ടോ. ഇതൊക്കെ ലേബേഴ്സിൻ്റെ ഡ്രസ്സുകളൊക്കെയാണ്. നമ്മൾ ഇത് പണിതു. അപ്പോൾ അത് കാരണം അയ കെട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ അയ കെട്ടിയിരിക്കുന്നത്. ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. എല്ലാം ആകെ കച്ചട പുച്ചടയായിട്ട് കിടപ്പുണ്ട് കണ്ടോ. നമ്മളിത് മഴയത്തൊന്ന് ഇതിൻ്റെ ആസ്പെറ്റോസൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഈ മുകളിൽ നമ്മൾ വരുന്ന സ്റ്റെപ്പിൻ്റെ അവിടത്തുള്ള അതൊക്കെ മാറ്റി ഇപ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടി. അത് കാരണം വെയിൽ ഇത്തിരി കുറവാണ് ഇത് കെട്ടിയത്. മഴ വരുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. മഴ വരുമ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ആയിരുന്നു. അപ്പോൾ പഴയതൊക്കെ തട്ടി പൊട്ടിച്ചു. അപ്പോൾ അതങ്ങോട്ട് നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെ ഇട്ടപ്പോൾ ഇങ്ങോട്ട് ഇത്തിരി നീട്ടി അതെടുത്തു. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ ഒരു കവറിങ് കൊടുക്കണം, കവർ ചെയ്യണം. നമ്മളെ സ്റ്റെപ്പിലെ സാധനങ്ങളൊക്കെ ലേബേഴ്സിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ പണികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. താഴെ പ്രൈമർ അടിയൊക്കെയാണ്. ലാസ്റ്റ് മൂമെൻറ്റിൽ ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈമറടിയൊക്കെയാണ്. പ്രൈമറടിയും മണിക്കാർ, മൊത്തം മണിക്കാരൊക്കെയാണ് കേട്ടോ. തടിപ്പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അലമാരയൊക്കെ പണിതു കേട്ടോ. വാർഡ്രോബൊക്കെ പണിതു. അപ്പോൾ അത് അവർ മൂടി വെച്ചിരിക്കുന്നതാണ്. ഈ പ്രൈമർ അടിക്കുന്നുള്ളതുകൊണ്ടേ വാർഡ്രോബൊക്കെ മൂടി വെച്ചേക്കുന്നതാണ് കേട്ടോ. അവർ മൂടി വെച്ചിരിക്കുന്നതാണ് വാർഡ്രോബൊക്കെ. ഒരു പ്രൈമർ അടിയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്. തടിപ്പടി നടക്കണം. ഇഷ്ടംപോലെ പണിക്കാരാട്ടോ. അപ്പം അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇലക്ട്രീഷ്യൻ എല്ലാം മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന പ്രൈമറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ്. വീടിൻ്റെ പരിതസ്ഥിതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടില്ല, എല്ലാം വാരി വലിച്ച് ആകെ മനകേടായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ
തിരക്കിലാണ്. ആകെ വീട് ചീത്തയായി കിടക്കുന്ന കേട്ടോ. മോള് ഇതൊക്കെ ചവിട്ടിക്കൊണ്ട് വരുന്ന മുകളിലാണെങ്കിൽ എപ്പോഴെപ്പോഴും നമ്മൾ തുടക്കലും നല്ല പണിയാണ് കേട്ടോ. ഇവനെയാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല മൂത്രം ഒഴുകാൻ. അപ്പോൾ ഇവർ താഴെ പണിയുന്ന സമയം ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി ഒന്ന് മൂത്രം ഒഴിപ്പിച്ചിട്ട് വരും. പിന്നെ ഇവർ 5 മണി കഴിഞ്ഞ് 5:30 മണിയാവും. അപ്പോൾ ഇരുട്ടും. ഇവിടെ തണുപ്പായതുകൊണ്ട് 4 മണിക്ക് ഇരുട്ടാൻ തുടങ്ങും. അപ്പോഴാണ് ഇവനെ പാവം അച്ഛൻ വന്നിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ ഇച്ചിരി വൈകിയതും. പണികളൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം നമ്മൾ ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തവും രാത്രിത്തവും എല്ലാം കൂടി ഞാനൊരു ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അവൻ കിടന്ന് ഉറങ്ങുന്ന, അവന് തണുപ്പ്, ഭയങ്കര തണുപ്പാട്ടോ. പണിക്കാർക്ക് തണുപ്പില്ല. അവർ ഈ മതിലിൻ്റെ പുറത്തൊക്കെ കയറി തേച്ച് കഴുകലും പിടിക്കലും ടെറസൊക്കെ തേച്ച്, ടെറസെന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മതിലൊക്കെ നമ്മുടെ വീട് മൊത്തം തേച്ച് കഴുകലും. അവർ പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ അവർ പോവും. പിന്നെ ഇലക്ട്രീഷ്യൻ്റെ പണിയുണ്ട്, പൈപ്പിൻ്റെ പണിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവർ രണ്ടാമത്തെ പെയിൻ്റൊക്കെ അടിക്കാനും രണ്ടാമത്തെ കോട്ടടിക്കാനൊക്കെ പിന്നെ വരുള്ളൂ. അങ്ങനെ പണികൾ വീട്ടിൻ്റെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഉണ്ട് ഇന്നൊരു 7 മത്സരം വേണ്ട അവിടെ നിൽപ്പുണ്ട്. ചേട്ടാ പോയത് കണ്ടോ, അവനെ കൊണ്ടുപോകാതെ പോയതുകൊണ്ട് അവൻ നോക്കുന്ന കണ്ടോ. ചേട്ടാ പോയാ, ചേട്ടൻ കൊച്ചിനെ കൊണ്ടുപോകാതെയാണോ ചേട്ടാ പോയത്? ചേട്ടാ പോയി, ചേട്ടാ ജോലിയുടെ അത്യാവശ്യത്തിന് വേണ്ടി പോയി. നോക്കിയിട്ട് വന്നേ. എൻ്റെ പൊന്നെ, ഇവിടെയൊക്കെ തുണികളാണ് കേട്ടോ. കാരണം എന്തെന്ന് പറയുമ്പോൾ മഞ്ഞ് ഒരു 1:30 മണിയാകുമ്പോൾ വെയിൽ പോകും. അപ്പോൾ ഈ ഉണങ്ങാത്ത തുണികൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടും ഒരു കാര്യമില്ല. കാരണം തണുപ്പ് അന്ന് പിന്നെയും നട്ടും, പിന്നെയും കൊണ്ടുവന്ന് വെയിലത്തിടും. പൊന്നാ ചേട്ടാ എവിടെ വിളിച്ചേ? അച്ചിച്ചേട്ട വിളിച്ച് ബാവുന്ന് വിളിച്ച് ചോ ഈടെ ചേട്ടാ നീ എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്താന്ന് ചോദിക്കും? മോനെ കൊണ്ടുപോകുന്നില്ലേടാ? അച്ചു ചിച്ചേട്ട അതേ ബൈക്കിൽ പോയി. ചിച്ചേട്ട ബൈക്കിൽ പോയി ചേട്ടാ. മോനെ കൊണ്ടുപോയില്ലേ? മോനെ ബൈക്കിൽ പോകണോ? നിനക്ക് പേടിയല്ലേ? ബൈക്കിൽ ഇരിക്കൂലല്ലോ നീ. അതെ, നീ ബൈക്കിൽ ഇരിക്കൂലല്ലോ, പേടിയല്ലേ? സ്കൂബിക്ക് പേടിയല്ലേ ബൈക്കിലിരിക്കാൻ? സ്കൂബി കാറിൽ മാത്രമേ വരുള്ളൂ. സ്കൂബിക്ക് ബൈക്കിലിരിക്കാൻ പേടി. ഒരു ദിവസം ഞങ്ങൾ ബൈക്കിൽ കൊണ്ടുപോകാൻ നോക്കിയപ്പോഴേ എന്ത് ചെയ്താൽ ഇവൻ കാലി വെക്കുന്നില്ല പേടിച്ചിട്ട്. പോയി ചേട്ടാ പോയി. അയ്യോ ചേട്ടാ പോയേ. ഇങ്ങനെ പിന്നെ രാത്രി വരുള്ളൂ. ഡാഡി വരുമ്പോൾ വരും. പോയാ ചൂ പോയാ അയ്യോ പോയാ. നമ്മുടെ അലമാരി കൊണ്ടുവന്നു കേട്ടോ ഫ്രണ്ട്സ്. ആ ചെറിയ അലമാരി ഞങ്ങൾ കണ്ണാടി വെച്ചു കേട്ടോ. ആ ചെറിയ അലമാരിക്ക് കണ്ണാടി വെച്ചു. ഇത് കണ്ടോ, എല്ലാം ഒരേ കളറ് തന്നെ, ഒരേ സ്പ്രേ പെയിൻ്റ് തന്നെ അടിച്ചത്. ഇത് കണ്ടോ, ഇത് ആ ചെറിയ അലമാരി, നേരത്തെ ഇരുന്ന അലമാരി കേട്ടോ. അത് നമ്മൾ ഒരു സൈഡിൽ ഇത് പിടിപ്പിച്ച്, കണ്ണാടി പിടിപ്പിച്ച്. പിന്നെ എൻ്റെ അലമാരിയൊക്കെ കാണിച്ചു തന്നല്ലോ. ഇനിയിപ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. കാർട്ടൺസിലൊക്കെ ഓരോന്ന് വെച്ചിരിക്കുന്ന എല്ലാം എടുത്ത് വെക്കണം. നമ്മൾ വെറുതെ എന്തിന് കാശ് ആവശ്യമില്ലാത്തതിന് മുടക്കുന്നത് ശരിയല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടാക്കിയ അലമാരിയാണ്. ഉണ്ടാക്കിയ അലമാരി എന്ന് വെച്ചാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമ്മൾ അതിൻ്റെ ബ്ലൈഡ്, അതിൻ്റെ ബോഡിയൊക്കെ നോക്കി നല്ല ബോഡിയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ ഉണ്ടാക്കിയ അലമാരിയാണ്. അപ്പം അന്നത്തെ അലമാരി നമ്മൾ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയ അലമാരി നമ്മൾ വാങ്ങുമ്പോൾ കിട്ടില്ല. അതുപോലത്തെ ആ ബോഡിയും അതുപോലത്തെ ആ ഒരു ഇതൊന്നും കിട്ടില്ല. അതിന് നമ്മളിപ്പോൾ ചെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ വില എന്നറിയുമ്പോൾ ഞങ്ങൾ ചോദിച്ചു കേട്ടോ, 45,000. അപ്പം മോള് പറഞ്ഞു വാർഡ്രോബ് മേടിച്ച് തരാം. ഞങ്ങൾ പറഞ്ഞു വേണ്ട, കാരണം ആവശ്യമില്ലാത്ത ഈ ഖർച്ച് ചിലവ് ചുരുക്കുന്നതാണ് നല്ലത്. കാരണം ചിലവ് വേണ്ടാത്തതിന് ചിലവ് വെക്കുന്നത് ശരിയല്ല. നമ്മൾ സാധാരണക്കാരാണ് അല്ലേ, നമ്മൾ അങ്ങനെ ജീവിക്കുന്നത് നല്ലത്. കാരണം എപ്പോഴും ഈ ഉള്ള കാശ്, ഞാൻ മോളോട് പറഞ്ഞു അങ്ങനെ അടിച്ച് പൊളിക്കരുത്. ഇപ്പോൾ വീടുണ്ടാക്കുന്നു, താഴെ വീടൊക്കെ റിന്യൂ ചെയ്യുന്ന തന്നെ
10-20 ലക്ഷം ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രെയിം, വാതിൽ, പഴയ കണക്ഷൻ, പൈപ്പ് കണക്ഷൻ, ലൈൻ കണക്ഷൻ എല്ലാം മാറ്റുന്നതാണ്. CSC ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ നല്ല കാശ് വരും അവർക്ക് തന്നെ നല്ല പുതിയ കണക്ഷനൊക്കെ. കാരണം പഴയ കണക്ഷൻ്റെ പഴയ ഇതെന്ന് പറഞ്ഞാൽ വയറൊക്കെ ചീത്തയായിപ്പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മോളോട് പറഞ്ഞു ആവശ്യമില്ലാതെ പൈസ ചിലവാക്കരുത്. നമുക്ക് തുണി വെക്കാൻ അലമാരി വേണം, അത്രയല്ലേ ഉള്ളൂ. അത് നമ്മൾ പഴയ അലമാരി നല്ല സാധനമാണ്. അപ്പോൾ നമ്മളോട് കോൺട്രാക്ടർ തന്നെ പറഞ്ഞു ഇത് വിൽക്കാൻ നിൽക്കരുത്, ഇതുപോലത്തെ ബ്ലൈഡെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബോഡി ഉള്ള അലമാരി കിട്ടാൻ വിഷമമാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ അത്ര നല്ല ബോഡിയുള്ളത് കിട്ടില്ല. അപ്പോൾ നിങ്ങളിത് കൊണ്ടുവന്ന് ഒന്ന് റിപ്പയർ ചെയ്ത് അതൊന്ന് സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ അപ്പോൾ നല്ല ഞാൻ കാണിച്ചു തന്നില്ലേ എൻ്റെ വലിയ അലമാരിയാണ്. എൻ്റെ അലമാരിയും നല്ല വലിയ അലമാരിയാണ്. ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് എല്ലാം കേട്ടോ. വെറുതെ നമ്മളെന്തിനാ കാശ് കൊടുക്കുന്നത്? നമ്മൾ 10-25,000 രൂപ മുടക്കിയപ്പോൾ കാര്യങ്ങളെല്ലാം നേടി. വെറുതെ ഒരു അലമാരിക്ക് 45,000 രൂപ ഇതുപോലത്തേനെ ഞങ്ങൾ വില വെച്ചപ്പോൾ. അപ്പോൾ നമ്മൾ 2-3 എണ്ണം മേടിക്കുമ്പോൾ എത്ര വരുന്നു? വെറുതെ ആവശ്യമില്ലാതെ പണം എടുത്തിട്ട് ചിലവാക്കുന്നത് ശരിയല്ല. നമ്മൾ പൈസ സ്വരുക്കൂട്ടണം ഇല്ലേ? ഞാൻ മോളോട് പറഞ്ഞു ഇങ്ങനെ ഉള്ള സാധനം മേടിക്കാൻ നിൽക്കുക, നമ്മൾ ഇല്ലാത്ത സാധനം മേടിക്കുക. ആവശ്യമില്ലാതെ മോഡിഫിക്കേഷൻ ചെയ്ത് വെക്കരുത്. അത് നമ്മൾ എങ്ങനെയാണോ ഇങ്ങനെ തന്നെ ജീവിക്കുന്നത്. നമുക്ക് ഇതൊക്കെ തുണി വെക്കാൻ ഒരു സ്ഥലം വേണം നല്ലത്. നമുക്ക് അലമാരി ഉണ്ട്, നമ്മളത് റിപ്പയർ ചെയ്ത് എടുക്കാം, അതാണ് നല്ലത്. മോളോട് ഞാൻ പറഞ്ഞു എപ്പോഴും പൈസ ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ നിൽക്കരുത്, സേവ് ചെയ്യണം. നമ്മൾക്ക് ഉള്ളപ്പോൾ സേവ് ചെയ്തിരുന്നാലേ ഇല്ലാത്തപ്പം അത് ഉണ്ടാകുള്ളൂ അല്ലേ? മോളുടെ റൂമിൽ വാർഡ്രോബ് മേടിച്ചപ്പോൾ മോള് പറഞ്ഞു അതുപോലത്തെ വാങ്ങിത്തരാമെന്ന്. ഞങ്ങൾ വേണ്ടാന്ന് മന ചെയ്ത കേട്ടോ. ഞങ്ങൾ എന്നെ അറിഞ്ഞു വെച്ച് മന ചെയ്താൽ ഞങ്ങൾക്ക് വാർഡ്രോബ് വേണ്ട, ഇത് തന്നെ ഈ അലമാരി തന്നെ മതി. എന്തിനാ? ഇതൊക്കെ ലക്ഷണമുള്ള അലമാരികളാണ്, ഇതെന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. വെറുതെ അനാവശ്യ ചിലവ് എപ്പോഴും ഒഴിവാക്കണം. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ എപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഞാൻ എപ്പോഴും പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെരുപ്പുണ്ടെങ്കിൽ 10 ചെരുപ്പ് മേടിച്ചു കൂട്ടും. എന്നിട്ട് 10 ചെരുപ്പ് കഴിയുമ്പോൾ അടുത്ത ആഴ്ച അങ്ങനെ തന്നെ ഇപ്പോൾ ചെരുപ്പുകൾ കൂടി ഇപ്പോൾ ചെരുപ്പ് ഷൂ ട്രാക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ ഉണ്ടാക്കുന്നുണ്ട് ഷൂ ട്രാക്ക്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ അനാവശ്യമായ ചിലവുകൾ എപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് എല്ലാം വയ്ക്കാൻ സാധനങ്ങൾ വേണം, അത്ര തന്നെ. അത് നമ്മുടെ വീട്ടിലുള്ളത് തന്നെ നമ്മൾ ശരിയായി. ഇത്രയും നാളൊക്കെ ഞാൻ ചോദിച്ചു ഈ അലമാരിയിലൊക്കെ വെച്ചല്ലേ നിങ്ങൾ ജീവിച്ചതും ഒക്കെ. അലമാരിക്കൊന്നും ഒരു കുഴപ്പമില്ല, കാലിലൊക്കെ ഇച്ചിരി ഇത് വന്നേ ഉള്ളൂ ലോക്കിനൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു, അത്ര തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട് കാണിച്ചെന്നില്ലേ? താഴെയും ഇറങ്ങാൻ പറ്റുന്നില്ല, മുകളിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവന് ചീത്തയായിട്ട് കിടന്നാൽ ഇവന് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ താഴേക്ക് മുകളിലേക്കൊക്കെ പോകാൻ. ഇപ്പം ഞാൻ മേസ്ത്രിമാരുള്ളതുകൊണ്ട് പേടിയുമാണ് അവർക്കത്തെ. ഇത് കൊണ്ടുവരുന്നു, തടികൾ കൊണ്ടുവരുന്നു, പ്ലൈവുഡ് കൊണ്ടുവരുന്നതാണ്. ഇത് കണ്ടോ നമ്മുടെ വീട്ടിൽ. അതും നോക്കിയിരിക്കണം, പണിക്കാർ കൊണ്ടുവരുന്നതൊക്കെ നോക്കിയിരിക്കണം. അത് അവർ കൊണ്ടുവരുന്നതൊക്കെ ഇങ്ങനെ നോക്കി, പ്ലൈവുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നോക്കി. ഇങ്ങനെ ഈ പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പാവം ഇരിക്കും കേട്ടോ. എന്ത് ചെയ്യാനാ? അവന് പുറത്ത് പോകണമെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങളുടെ സ്റ്റെപ്പിൻ്റെ അവിടെ നടുവിലായിട്ടൊരു ഗ്രില്ല് വരും. കാരണം ഇവൻ അച്ഛൻ വരുമ്പോൾ ഇവൻ എപ്പോഴും താഴേക്ക് പോകും. അപ്പോൾ വാടകക്കാർക്ക് വാടകയ്ക്ക് വീട് കൊടുക്കുമ്പോൾ ഇവൻ താഴേക്ക് പോകുമ്പോൾ അവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പേടിയാവും. അതുകൊണ്ട് നമ്മളൊരു ഗ്രില്ല് ഇവിടെ നടുവിനായിട്ട് പിടിപ്പിക്കും. നമ്മൾ ഇറങ്ങുന്നില്ലേ, നമ്മൾ മുകളിലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ നടുവിലായിട്ട് നമ്മളൊരു ഗ്രില്ല് പിടിപ്പിക്കും. ഗ്രില്ല് പിടിപ്പിക്കുമ്പോൾ അവൻ ആ ഗ്രില്ലിൻ്റെ അവിടെ ചെന്ന് നിൽക്കുള്ളൂ, താഴേക്ക് പോകില്ല. കാരണം താഴെ 2 വാടകക്കാരുണ്ടാവും, 2 സ്ഥലത്തായിട്ട്. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്ത് ഒറ്റ വീടായിട്ട് എടുക്കില്ല. നമ്മൾ പണിക്കാരാണ് പോകുന്നത്. അവർ പ്ലൈവുഡ് വന്നായിരുന്നു, അതുകൊണ്ട് പോകുന്ന അവന് ഇത് നോക്കിയിരിക്കണം. അവനവൻ നോക്കിയിരിക്കണം. ഇത് കണ്ടില്ലേ?
തടി മേസ്തിരിയൊക്കെ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതും മേസ്തിരിമാരും ഒക്കെ പോകുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി ദൈവം ഇങ്ങനെ ഇരിക്കണം. കണ്ടില്ലേ? വന്ന സമയം നോക്കി ദൈവം അവർ ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ടോ ഉണ്ടോ കണ്ടോ? അതാണ് കാര്യം. ഇത് നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മുകളിൽ കയറിയ ഇവനിപ്പോൾ ടെറസ് കണ്ടില്ലേ, ആകെ വിപുലീയൊരു ഇവനെ ചീത്തയായി കിടക്കുന്നുള്ളതുകൊണ്ട് ഇവൻ അങ്ങോട്ട് പോയിരുന്നാലും കുറച്ച് മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരും കേട്ടോ. പാവം കൊച്ചിനെ. അതുകൊണ്ട് 4:30 മണിയാകുമ്പോൾ അച്ഛൻ കൊണ്ടുപോയി ഒരു മണിക്കൂറൊക്കെ നടത്തി ആ റോഡ് വഴിയൊക്കെ നടത്തിച്ചിട്ട് കൊണ്ടുവരെ. അതാണ് ഈ അച്ഛനെയും കാത്തിരിക്കണേ. ഇനി അച്ഛൻ വരുമ്പോഴല്ലേ പുറത്തേക്ക് പോകത്തുള്ളൂ. അതാണ് എനിക്കാരി പോകുന്നതാണ്. ഇവരിനി 6:30 മണിക്ക് പോകട്ടെ. പിന്നെ രാവിലെ 8:30 മണിക്ക് 9 മണിയാകുമ്പോൾ നമ്മുടെ തടിമേസ്ത്രിയൊക്കെ വരും. കുടുവും അവിടെ ചെന്ന് നിൽക്കണമുണ്ട് ചേട്ടൻ്റെ അടുത്ത്. കണ്ടു കുടു കണ്ടോ? ചേട്ടൻ്റെ അടുത്ത് നിൽക്കണം. അപ്പോൾ ചേച്ചിയും ചേട്ടനും ഫോട്ടോ എടുക്കണം. ഫോട്ടോ ചേച്ചിയും ചേട്ടനും ഫോട്ടോ എടുക്കുമ്പോൾ ചെന്ന് നടുക്ക് നിൽക്കണം. എന്നെയും കൂടെ എടുക്കുന്ന കഴിച്ചാം. ചേച്ചിയും ചേട്ടനും മോനും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞാ എന്നെയും കൂടെ ഫോട്ടോ എടുത്തോ. എടുത്ത് നോക്കടാ അവിടെ. പൊട്ടു ഫോട്ടോ എടുത്ത്. ഫോട്ടോ എടുക്കട്ടെ. ചേച്ചി ഫോട്ടോ എടുക്കാൻ ചെന്ന് എന്നിട്ട് അവർ സമ്മതിക്കണില്ല.